എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയും ഗോതമ്പ് പുട്ടുമാണ്. ഈ മുട്ടക്കറിയും ഗോതമ്പ് പുട്ടും എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇത് എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? പ്ലീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടക്കറി ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഞാനിതിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഓൾറെഡി ഞാൻ വേവിച്ചതാണ്. പിന്നെ മുട്ടയും ഒക്കെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് വേണ്ട മസാല. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കാം. ഈ എണ്ണ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ആ മസാല ഇട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത്, പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് അതൊന്ന് വാടുന്ന വരെ ഒന്ന് വഴറ്റാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ ഒന്ന് വഴണ്ട് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് വറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ച്, ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കും. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിൽ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. മസാലയൊക്കെ നന്നായി പിടിക്കുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം ഞാനിതിലേക്ക് പാല് ചേർക്കുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാളികേരപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഏകദേശം 1 ഗ്ലാസിൻ്റെ താഴെയായിട്ട് നാളികേരപ്പാലുണ്ട്. ഇനി അത് നന്നായി തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ പുഴുങ്ങി മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചേർക്കാം. അപ്പോൾ നമ്മുടെ പണി നമ്മുടെ മുട്ടക്കറിയുടെ പണി കഴിഞ്ഞു. ഇതിൽ ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. അത് ചേർക്കണം, കാരണം ഞാൻ എൻ്റെ കറിവേപ്പിലില്ല. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുട്ടിൻ്റെ പരിപാടി നോക്കാം. ഇപ്പോൾ മുട്ടക്കറി കഴിഞ്ഞു. നമുക്ക് എങ്ങനെ പുട്ടുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ പുട്ടിന് ഒരു 3 പേർക്കുള്ള പുട്ടുകൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഞാൻ കുറച്ച് സവാളയും അതുപോലെ തന്നെ ജീരകവും ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സവാളയല്ല ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ചെറുള്ളിയാണ്. പക്ഷേ എനിക്കിവിടെ ചെറുള്ളി മേടിക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത കാരണം ഞാനിപ്പോൾ ചെറുള്ളി ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ചെറിയ നാളികേരം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്കിതിൽ ചേർക്കേണ്ടത്. ഉള്ളിയും ജീരകവും. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കുറച്ചേശ്ശെ ചേർക്കണം. പെട്ടെന്ന് ഫുള്ള് വെള്ളം ചേർത്ത് കുഴക്കരുത്, നാശമായിപ്പോവും. കാരണം ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം. നനച്ചെടുക്കണം. ഗോതമ്പ് പൊടി നമ്മൾ പുട്ടിന് പൊടി നനച്ചെടുക്കുക എന്ന് പറയാം. ഇതുപോലെ നനച്ചെടുക്കുക. നമുക്ക് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഇനി നമുക്കിത് ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു പുട്ടുകുറ്റി അതിലേക്ക് ആവശ്യത്തിന് നാളികേരം ആദ്യം ഇടുക. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ അത് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാനൊന്ന് പറയുന്നത് മാത്രം.
അത് നിറച്ച് നമ്മളിനി ആദ്യത്തെ കുറ്റി പുട്ട് നമുക്ക് നിറയ്ക്കാം. ഈ പുട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നനച്ചെടുക്കാനാണ് കുറച്ച് പ്രയാസമുള്ളത്. എന്നിട്ട് നമുക്ക് ഫസ്റ്റത്തെ കുറ്റി പുട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരെണ്ണം വെന്തിട്ടുണ്ട്. ഫസ്റ്റത്തെ കുറ്റി പുട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിതുപോലെ നല്ലോണം വേവിക്കണം, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അതുപോലെ ഈ നനവൊക്കെ കുറഞ്ഞാലും കൂടിയാലും ഉള്ള പ്രശ്നം തന്നെ പുട്ട് പെട്ടെന്ന് പൊടിയും. നനവ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുറ്റി പുട്ട് റെഡിയാണ്. ഇപ്പോൾ നമ്മളെ 2 കുറ്റി റെഡിയായി. അങ്ങനെ നമ്മുടെ 3 കുറ്റി പുട്ടും നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി മുട്ടക്കറിയും ഇതും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.